അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേസിലെ മുഴുവൻ കുറ്റവാളികൾക്കും വധശിക്ഷ വിധിക്കുന്നത്. അതേസമയം പ്രതികളുടെ എണ്ണത്തിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ 4ാം സ്ഥാനത്തുമാണ് ഈ കേസ്. 2021 ഡിസംബർ 19-നാണ് BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ ക്രൂരമായി കൊല്ലപ്പെട്ടത്. മകളുടെയും ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. കേരള മനസാക്ഷിയെ നടുക്കിയ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു കേസിൽ മുഴുവൻ പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസെന്ന വിലയിരുത്തലിലായിരുന്നു കോടതി നടത്തിയത്. സംസ്ഥാനത്ത് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ ശിക്ഷാവിധി. അതേസമയം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ കുറ്റവാളികളുടെ എണ്ണത്തിൽ 4ാം സ്ഥാനത്തുള്ള കേസാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. 1ാം സ്ഥാനത്ത് 2008-ലെ അഹമ്മദാബാദ് സ്ഫോടന കേസാണ്. അതിൽ 38 പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്. 2ാം സ്ഥാനത്ത് 1991-ലെ രാജീവ് ഗാന്ധി വധക്കേസിൽ 26 പ്രതികളെ കോടതി ശിക്ഷിച്ചിരുന്നു. 2010-ലെ ബീഹാർ ദളിത് കൂട്ടക്കൊലയിൽ 16 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലായാണ് 15 പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ കേസും പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.